നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തൈ ഫാറ്റ് കാരണം ഒരു ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. തൈ ഫാറ്റ് നല്ല ഭംഗിയുള്ള തൈ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തുടവണ്ണം, അതാണ് ഉദ്ദേശിച്ചത്, തുട ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീൻസൊക്കെ ഇടുമ്പോൾ നല്ല ഷേപ്പ് ഉണ്ടായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് തൈ ഫാറ്റ് കുറയ്ക്കാൻ പറ്റും. ആകെ 6 എക്സസൈസുകൾ ഡെയിലി ചെയ്താൽ മതി. സോ തൈ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ആകെ 6 എക്സസൈസുകളാണ്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, തൈ ഫാറ്റ് മാത്രമായിട്ടല്ല, ഓവറാൾ ബോഡി ഫാറ്റും നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും എക്സസൈസ് ചെയ്യുമ്പോൾ. എക്സസൈസ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആൻഡ് അതോടൊപ്പം നല്ല ഡിസിപ്ലിനുള്ള ഒരു ഡയറ്റ് കൂടി ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് കിടന്നാലോ? യെസ്. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് വാമപ്പ് തന്നെയാണ്. വാമപ്പ് ചെയ്യണം. വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം സ്ട്രെച്ചിങ്ങും ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനലിലുള്ളവർക്ക് അതറിയാമെന്ന് തോന്നുന്നു. വാമപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സ്ട്രെച്ചിങ് ഞാൻ മുൻപത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. മുൻപത്തെ വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. സോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സസൈസുകളാണ്. ആകെ 3 അങ്ങനെ 6 എക്സസൈസുകളേ ഉള്ളൂ. 3 എണ്ണം ഇതുപോലെ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ എക്സസൈസ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 10 ദിവസം ചെയ്താൽ മതി. 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കും. പിന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5. റിലാക്സ്. സീരിയസ്ലി ഈ എല്ലാ എക്സസൈസുകളും നല്ലപോലെ തൈ ഫാറ്റ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നത്. ആകെ 6 എക്സസൈസുകളേ ഉള്ളൂ. ഇത് ചെയ്യാൻ സമയമില്ല എന്ന് പറയരുത്. ഈ സ്പീഡിൽ തീരും. ഓക്കെ, യെസ്. സ്റ്റാർട്ട്. അടുത്തത്, കാലുകൾ നല്ലപോലെ നീട്ടി വെച്ചതിന് ശേഷം മേലോട്ട് ജസ്റ്റ് ഉയർത്തുക. ഇത് മുൻപും നമ്മൾ ചെയ്തിട്ടുണ്ട്. കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക. കൈകൾക്കാണ് പ്രഷർ കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, സ്ലോലി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5. ഇനഫ്. അടുത്ത സൈഡും അതുപോലെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക. ചെറുതായിട്ട് വേദന ഉണ്ടായിരിക്കുന്ന ആളെ തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ, മസിൽ ടൈറ്റനിങ്ങിൻ്റെ ചെറുതായിട്ടുള്ളൊരു പ്രഷർ ഉണ്ടായിരിക്കും. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5. റിലാക്സ്. മൂന്നാമത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ള എക്സസൈസാണ്. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് ഒത്തിരി കാലറി ബേണിംഗ് ഉണ്ടാവും. നല്ലപോലെ വേർക്കും. ഓക്കെ, യെസ്. അടുത്ത എക്സസൈസ് 1, ഈ സൈഡ് 2, ആ സൈഡ് 3 4 5 6, അരയുടെ അവിടെ ചെറിയ വേദന ഉണ്ടല്ലേ, 7 8 9 10 11 12 13 14 15 16 17 18 19
20, ബാബി ഡോളിൻ്റെ ലെഗ് പോലെ ഉണ്ടാവും. 21, 22, 23, 24, 25 സ്ഥിരമായിട്ട് ചെയ്താൽ 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. അടുത്ത എക്സസൈസ് വെരി സിമ്പിൾ, വെരി ഈസി ആയിട്ടുള്ള അടുത്ത എക്സസൈസ് ചെയ്യുന്നതിന് ഒരു കാല് നല്ലപോലെ നീട്ടുക, ഒരു കാല് ഉയർത്തുക. 1, 2, 3, 4, 5, 6, 7 നിലത്ത് വെക്കരുത്. 8, 9, 10, 11, 12 ആ ഫ്ലോ ഉണ്ടായിരിക്കട്ടെ. 13, 14, 15 കോൺസെൻട്രേറ്റ്. 16 ഇത് പെട്ടെന്ന് തീരുന്ന എക്സസൈസ് അല്ലേ, ഒരുപാട് സമയമൊന്നുമില്ല. 17, 18, 19, 20, 21, 22, 23, 24 അരയുടെ ഭാഗത്ത് വേദന ഉണ്ട്. 25, 26 സ്വാഭാവികം. 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37 അധ്വാനിക്കാതെ റിസൾട്ട് ഉണ്ടാവില്ല. 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓ മൈ ഗാഡ്, സൂപ്പർ എക്സസൈസ് ആയിരുന്നില്ലേ? യെസ് ആയിരുന്നു. റിലാക്സ്. ഇനി ഒരു കിടിലൻ എക്സസൈസ്. അതിനുവേണ്ടി ജസ്റ്റ് കാലുകൾ ഉയർത്തിപ്പിടിച്ചേക്കുക, എന്നിട്ട് നല്ലപോലെ അകത്തിയിട്ട് പുറത്തേക്ക് ലൈക്ക് അങ്ങ് പുഷ് ചെയ്തേക്കുക. ഓക്കെ, സോ സിമ്പിൾ, സോ ഈസി. ഓക്കെ, ദെൻ ഡു ഇറ്റ്. 1 ഇതുപോലെ പിടിക്കുക. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. അടുത്ത എക്സസൈസ് സിമ്പിളാണെന്ന് ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ്. ഓക്കെ, ചെയ്യാം. 1 ക്രോസ് ചെയ്യുക. 2 അടുത്ത കാല് താഴെ. 3 അടുത്ത കാല് താഴെ. 4 അടുത്ത കാല് താഴെ. 5, 6, 7 ജസ്റ്റ് ക്രോസ് ചെയ്യുക കേട്ടോ. 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20,
റിലാക്സ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടവർക്ക് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്താലോ? ഒന്ന് റിലാക്സ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നടുവിന് നല്ല പ്രഷർ ഉണ്ടെങ്കിൽ പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം സ്ട്രെച്ചിങ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. 21, 22, 23, 24, 25, 26, 27, 28 കഴിഞ്ഞു, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. ഞാൻ കുറച്ച് സ്പീഡിലാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇത്രയും സ്പീഡ് വേണ്ടെങ്കിൽ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പീഡ് മാത്രം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ചെയ്താൽ മതി. നിർത്തി 10 ആയിട്ട് ചെയ്താലും മതി. ഇനി ഇത് ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ആസ് എ സ്ട്രെച്ചിങ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എനിക്കിത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്താൽ ഭയങ്കര റിലാക്സേഷനാണ്. നിങ്ങൾക്കിതിങ്ങനെ സ്ട്രെച്ച് ചെയ്താൽ റിലാക്സേഷൻ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട. സാധാരണത്തെ പോലെ കാലുകൾ രണ്ടും നെഞ്ചിനോട് ചേർത്ത് ടൈറ്റായിട്ട് പിടിക്കുക. ഒരു കാല് നല്ലോണം നീട്ടി പിടിക്കുക. നമ്മൾ മുൻപ് സ്ട്രെച്ചിങ് ചെയ്തത് കണ്ടിട്ടില്ലേ, അത് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. സ്ട്രെച്ചിങ് അറിയാത്തവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വരാം. പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യുന്നുണ്ടോ? ഇനി നമുക്കുള്ളത് 6th മുതലാണ്, March 6th മുതലാണ് ഇനി ക്ലാസ് ഉള്ളത്. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയിലോട്ട് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ താങ്ക് യു, ലവ് യു. ഉമ്മ കെട്ടിപ്പിടിച്ചുമ്മ. നോമ്പെടുക്കുന്നവർക്കും ഈ ഒരു വർക്കൗട്ട് സെറ്റ് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ സിമ്പിൾ ആൻഡ് ഈസിയാണ് കേട്ടോ. അപ്പോൾ ബൈ ബൈ. താങ്ക് യു.